യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പിന്റെ അംഗീകാര തിളക്കത്തിൽ ഫാത്തിമ ഷഹസീന. കെമിസ്ട്രിയോടുള്ള താല്പര്യമാണ് ഫാത്തിമ ഷഹസീനയ്ക്ക് ഇത്രയും വലിയ അംഗീകാരം നേടിക്കൊടുത്തത്. കരുവന്നൂർ എട്ടുമന സ്വദേശി പുന്നിലത്ത് വീട്ടിൽ സിദ്ദിഖ് ഷബീന ദമ്പതികളുടെ 2 മക്കളിൽ മൂത്ത മകളാണ് ഫാത്തിമ ഷഹസീന. കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ചയാൾ. വിദ്യാഭ്യാസം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠനം തെരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ നൽകിയ സ്വാതന്ത്ര്യം ഈ പെൺകുട്ടിക്ക് കരുത്തായി. കൂടുതൽ അവസരങ്ങൾക്കായി പരിശ്രമിക്കുക എന്ന ചിന്ത മുറുകെ പിടിച്ച ഫാത്തിമ ഷഹസീന ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. ഗവേഷണ വഴിയിലേക്ക് കടക്കാനുള്ള ത്വരയിൽ തന്റെ അധ്യാപകനൊപ്പം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചത് 9 മാസമാണ്. മാസ്റ്റർ ബിരുദത്തിലെ മാർക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവുമാണ് മേരി ക്യൂറി ഫെലോഷിപ്പിലേക്ക് പ്രധാനമായും പരിഗണിച്ചത്. 3 വർഷം നീണ്ടുനിൽക്കുന്ന ഗവേഷണത്തിനുള്ളതാണ് സ്കോളർഷിപ്പ്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രണം ലക്ഷ്യമിടുന്ന ഫാർമസ്യൂട്ടിക്കൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്, ക്രിസ്റ്റലൈസേഷൻസ് ടെക്നോളജി എന്നീ വിഷയങ്ങളിലായിരുന്നു ഗവേഷണം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് കെമിസ്ട്രിയും കെമിക്കൽ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന്. കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാബ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കെമിസ്ട്രി ആയിട്ട് വരുന്നത്. അത് തന്നെ വലിയ സ്കെയിലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫിസിക്സാണ്, കെമിസ്ട്രി ആയിട്ട് വളരെ ലെസ് റിലേറ്റഡ് ഫീൽഡാണെന്ന് തന്നെ പറയാം കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, ഞാൻ ബിടെക് പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ മെറ്റീരിയൽ സയൻസിൽ റിസർച്ച് ചെയ്തിരുന്നു. ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഓരോ മെറ്റീരിയലിനെയും പുതിയ പുതിയ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഒട്ടും മടുപ്പ് തോന്നില്ല നമുക്ക്. പിന്നെ ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത് വളരെ ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ പ്രൊഫസർ എന്നെ PhDക്ക് വിളിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പറ്റിയൊരു ടോപ്പിക്കായിരുന്നില്ല അത്. അതിന് ശേഷം പിന്നീട് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓപ്പണായി. എൻ്റെ പ്രൊഫസർ ലിറ്ററലി ഒരു 10 years എടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് ആൾക്ക് സാങ്ഷനായി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈ പ്രോജക്റ്റ് കാണുകയും എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആവുകയും എൻ്റെ അതേ ടോപ്പിക്കിൽ തന്നെ ഒരു ടോപ്പിക് ഞാൻ ചൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ അവിടെ ഇൻ്റർവ്യൂ കൊടുത്തു. എൻ്റെ പ്രൊഫസർ ഓൾറെഡി ആൾക്കറിയുന്ന പ്രൊഫസറായിരുന്നു. അങ്ങനെ എല്ലാം ലക്ലി എല്ലാം ഒരുമിച്ച് വന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രാൻഡിലെത്തിയത്. ഔഷധ നിർമ്മാണ രംഗത്ത് ശുദ്ധീകരണം എന്നത് ചിലവേറിയ പ്രവൃത്തിയാണ്. ശുദ്ധമായ ഘടകം വേർതിരിച്ചെടുക്കാനുള്ള ക്രമറ്റോഗ്രാഫിക്ക് പകരം ക്രിസ്റ്റലൈസേഷൻ എന്ന രീതി ഉപയോഗിക്കാം. ഇതിലൂടെ ചെലവ് കുറച്ച മരുന്നുകളുടെ വില നിയന്ത്രിക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ മേഖല തെരഞ്ഞെടുത്തത്. മാസ്റ്റേഴ്സ് ക്രിസ്റ്റലൈസേഷൻ ടെക്നോളജി തന്നെയായിരുന്നു പ്രധാന വിഷയം. മാസ്റ്റർ തീസീസാണ് ഫെലോഷിപ്പ് പരിഗണിക്കാൻ പ്രധാന കാരണമായത്. ഇംഗ്ലണ്ടിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS ബിരുദത്തിന് പിന്നാലെയാണ് ഫെലോഷിപ്പ് സ്വന്തമാക്കിയത്. പോർച്ചുഗലിലെ മിൻഹോ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണ പഠനത്തിന് ഫാത്തിമയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. പ്രവാസിയായ പിതാവ് സിദ്ദീഖും മാതാവ് ഷബീനയും തനിക്ക് താങ്ങായി നിന്നതിന്റെ വിജയമാണിതെന്നാണ് ഫാത്തിമ ഷഹസീന പറയുന്നത്. കുട്ടിക്കാലം മുതൽക്കേ മകൾക്ക് പഠനത്തിൽ വലിയ ഉയർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പക്ഷം. മകൾക്ക് ഈ ഫെലോഷിപ്പ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അവൾ ചെറുപ്പം മുതലേ തന്നെ സ്കൂളിൽ പഠിക്കുന്ന തലം മുതൽ നല്ല വിദ്യാഭ്യാസ അവൾ കാഴ്ചവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകാൻ ഞങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അവൾ ഇനിയും ഉന്നത വിജയങ്ങളിലെത്താൻ ആണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി കൂടെ നിന്ന് സഹായിക്കും. ഇപ്പോൾ അവൾ ചെറുപ്പത്തിൽ തന്നെ അവൾക്കൊരു 6ാം ക്ലാസ് ആയപ്പോൾ കമ്പ്യൂട്ടറും പിന്നെ നെറ്റൊക്കെ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു. അന്നേ മുതൽ മൂപ്പര് അതിൽ നോക്കി ഇനി അടുത്തത് എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓക്കെ, അവളിത് പറയുമ്പോൾ നമ്മൾ ശരി നീ അത് ചെയ്യ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ അവൾ പറയും, അല്ല ഉമ്മച്ചി ഇതല്ല, നമുക്ക് ഇനി മറ്റേതാണ്. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ പപ്പയാണെങ്കിൽ പപ്പയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ്. പപ്പയുടെ ഫ്രണ്ട്സിനോട് ആരോട് പപ്പ ചോദിക്കും എന്താ ചെയ്യേണ്ടത് അന്നേ മുതൽ. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഈ 6ാം ക്ലാസ് മുതലൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാ. അപ്പം അവൾക്ക് അതിന് വേണ്ട ആൾക്കാരെയൊക്കെ നമ്പർ കൊടുക്കും, അവരായിട്ട് സംസാരിക്കും. അപ്പോൾ അവരും അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ അവൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതിൽ ഭയങ്കര പ്രൗഡുണ്ട് എൻ്റെ മോള് ഇങ്ങനെ ഇതിലെത്തിയതിൽ. കാരണം അവൾ പിന്നെ ഉറക്കുളച്ച് പഠിക്കും. അതുപോലെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ അത് മാത്രമായിരിക്കും മൂപ്പരുടെ ശ്രദ്ധ മുഴുവൻ അതിൽ മാത്രമായിരിക്കും. വേറെ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ല ഉണ്ട്, പക്ഷെ എൻ്റെ മോള് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
മാതാവ് ഷബീന വീട്ടിൽ തന്നെ ഷബീനാസ് കിച്ചൺ എന്ന പേരിൽ ചെറിയ തോതിൽ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ്. ബഹ്സാദ് റുഷായിദാണ് സഹോദരൻ. ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബഹ്സാദ്. മാതാവിന്റെ അമ്മ ലൈല കുഞ്ഞു മുഹമ്മദും ഇവർക്കെല്ലാം കൂട്ടായുണ്ട്. ഗവേഷണത്തോടൊപ്പം എത്തിപ്പിടിക്കാവുന്ന സ്വപ്നങ്ങളിൽ പ്രതീക്ഷയുടെ നിറങ്ങൾ ചാർത്തിയാണ് ഫാത്തിമ ഷഹ്സാനയുടെ പഠന സഞ്ചാരം.